സംവിധായകൻ പ്രിയനന്ദനെതിരെയുള്ള ആക്രമണത്തെ അപലപിച്ച് മുഖ്യമന്ത്രി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നും അക്രമികളെ ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാൾ പിന്നിൽ നിന്ന് തലയിൽ ചാണകവെള്ളം തളിക്കുകയും ആക്രമിക്കുകയുമായിരുന്നുവെന്നും ആസൂത്രിതമായ ആക്രമണമാണ് നടന്നതെന്നും പ്രിയാനന്ദൻ പറഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണെന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും അക്രമി പറഞ്ഞതായി പ്രിയാനന്ദൻ വ്യക്തമാക്കി. പ്രദേശത്തുള്ള RSS പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് പ്രിയാനന്ദൻ പറഞ്ഞു. ആക്രമിച്ചവരെ കണ്ടാൽ തിരിച്ചറിയാമെന്നും പ്രിയാനന്ദൻ പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് പ്രിയാനന്ദൻ ആരോപിച്ചു. പോലീസ് സുരക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കില്ല. ജനാധിപത്യ രാജ്യത്ത് പോലീസ് അകമ്പടിയോടെ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ വീട്ടിലേക്ക് പ്രകടനമുണ്ടായപ്പോൾ പുറത്തു പറയാൻ കൊള്ളാത്ത വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു മുദ്രാവാക്യം. അതിനോട് പ്രതികരിക്കാൻ തന്റെ സംസ്കാരം അനുവദിക്കാതിരുന്നതുകൊണ്ടാണ് അതിന് പിന്നാലെ പോകാത്തത്. എന്നാൽ അക്രമത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം പ്രിയാനന്ദനെ ആക്രമിച്ച വ്യക്തി RSS പ്രവർത്തകനായ സരോവർ വല്ലച്ചിറ ആണെന്നും അയാൾ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. പ്രിയനന്ദന്റെ തലയിൽ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചാണകവെള്ളം ഒഴിക്കുകയുമായിരുന്നു. നേരത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് RSS വിവാദമാക്കുകയും അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അയ്യപ്പനെയും അയ്യപ്പ ഭക്തരെയും ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിനു പിന്നാലെ പ്രിയനന്ദനെതിരെ കനത്ത പ്രതിഷേധമാണ് അയ്യപ്പ കർമ്മ സമിതിയുടെയും RSSന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. പ്രിയനന്ദന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. പോസ്റ്റിലെ ഭാഷ മോശമാണെന്ന് തോന്നിയതിനെ തുടർന്ന് പിൻവലിക്കുകയാണെന്നും നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പിന്നീട് പ്രതികരിച്ചിരുന്നു. നിലപാടിൽ മാറ്റമില്ലെന്നും താൻ വീട്ടിൽ തന്നെയുണ്ട് എന്നും കൊല്ലാനാണെങ്കിലും ആർക്കും വരാമെന്നും ഒളിച്ചിരിക്കില്ലെന്നും അത് കഴിഞ്ഞുള്ള പോസ്റ്റിൽ പ്രിയനന്ദൻ സൂചിപ്പിച്ചിരുന്നു. ആക്രമണത്തിന് പിന്നിൽ RSSുകാർ തന്നെയാണെന്ന് പ്രിയനന്ദൻ ആരോപിച്ചു. നേരത്തെ വീട്ടിലേക്ക് RSSന്റെ പ്രകടനമുണ്ടായപ്പോൾ പുറത്തു പറയാൻ കൊള്ളാത്ത വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു മുദ്രാവാക്യം. താൻ സാധാരണ 7:30-ക്കാണ് നടക്കാനിറങ്ങുന്നത്. ഇന്ന് 9 മണിക്കാണ് പോയത്. അതുവരെ ചാണകവെള്ളവുമായി അയാൾ അവിടെ കാത്തിരുന്നുവെന്നും പ്രിയനന്ദൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായ ആക്രമണമാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. നേരത്തെ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ തന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും സാഹിത്യ അക്കാദമിയിൽ കയറ്റില്ല എന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭാഷ മോശമെന്ന് കണ്ടാണ് പിൻവലിച്ചത്. ദൈവങ്ങളെ അധിക്ഷേപിച്ചെന്ന് സ്വയം വിലയിരുത്തുന്നില്ല. സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന വിമർശനമായിരുന്നു അത് കൊലക്കുറ്റമൊന്നുമല്ല. തനിക്കെതിരെ പ്രകടനം നടത്തിയവർ ഉപയോഗിച്ച ഭാഷ അതിനേക്കാൾ മോശമായിരുന്നു എന്ന് പ്രിയനന്ദൻ കുറ്റപ്പെടുത്തി. അതേസമയം സംഘപരിവാർ പ്രവർത്തകരുടെ അക്രമത്തിൽ പ്രിയനന്ദനെ പ്രതിരോധിച്ച് അധികം സിനിമാക്കാർ രംഗത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ RSSുകാരാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന പ്രിയനന്ദന്റെ വാക്കുകളെ BJP നേതാക്കൾ പ്രതിരോധിച്ചു. ഈ അക്രമവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് BJP നേതാക്കൾ അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നുണ്ടായ പ്രതിഷേധം പോലീസ് കേസെടുത്തതോടുകൂടി അവസാനിച്ചു എന്നും അവർ പറഞ്ഞു. നേരത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് RSS വിവാദമാക്കുകയും അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. അയ്യപ്പനെയും അയ്യപ്പ ഭക്തരെയും ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിനു പിന്നാലെ പ്രിയനന്ദനെതിരെ കനത്ത പ്രതിഷേധമാണ് അയ്യപ്പ കർമ്മ സമിതിയുടെയും RSSന്റെയും ഭാഗത്തു നിന്നുണ്ടായത്.